ഗൈസ്, ഹേയ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഷൂട്ടുള്ള ദിവസത്തിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുപോലും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇതെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കാം ഗൈസ്. അപ്പം എനിവേ നമുക്ക് വേഗം റെഡി ആവാം. നമുക്കൊരു 9:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം. നമുക്ക് മുല്ലപ്പൂ മേടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വിഷുവിൻ്റെ ഒരു ഷൂട്ടാണ്. ഷൂട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. എന്തായാലും ഒരു വിഷുവിൻ്റെ ഒരു ഷൂട്ടാണ്, ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റൊക്കെ ആയിട്ട്. ഓർണമെൻറ്റ്സ് നമ്മൾ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് അവിടെ കൊണ്ടുവരും, പക്ഷേ നമുക്കൊരെണ്ണം വേണമല്ലോ കയ്യിൽ. അപ്പം അതിനായിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓർണമെൻറ്റ്സ് തപ്പിയെടുക്കും. ഇതിനകത്ത് കുറച്ച് ജ്വല്ലേഴ്സ് ഉണ്ട്. കമ്മൽ നൈസ് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. കണ്ട മാളും ഉണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസിൻ്റെ ഷൂട്ട് അമ്മയും കൂടി വന്നിട്ട് പറയാം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഞാൻ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്നത് മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊന്ന് ഷൂട്ടാണ്. ഡ്രസ്സ് കുറച്ചൊന്നൊരു പെട്ടെന്ന് നമ്മൾ ഡ്രസ്സക്കാരോട് പെട്ടെന്ന് ചെയ്തു തരാൻ പറഞ്ഞിട്ട് അവർ ഇന്നലെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തന്നതാവും. പിന്നെ ഞാൻ ഈ അടുത്ത് ഹെയർ പോയി കട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന വ്ളോഗ് ഇതാണെന്ന് തോന്നുന്നു. നോക്കിയിട്ട് കാര്യമുള്ളൂ. നമുക്ക് പോയിട്ട് അമ്മേനെ വിളിച്ചിട്ട് തരാം. അമ്മ കിച്ചണിൽ എന്തോ ചെയ്യാം. ഫുഡ് ഞാൻ പോയി ഇപ്പോൾ ഓടിപ്പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. പിന്നെ സ്കിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് വെച്ചു, ലിപ് ബാം ഇട്ടു, ഡ്രസ്സ് ഇട്ടു, എല്ലാം ബാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ വന്നിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഞാൻ ഡ്രസ്സ് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചു. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മാള് ഫുഡ് കഴിക്കാൻ പോയേക്കാണ്. ഇനി ഇവരുടെ എല്ലാം ഞാൻ ഓൾറെഡി കഴിഞ്ഞു. എൻ്റെ എല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോണത്? സ്റ്റുഡിയോയിലോട്ട് നമ്മൾ പോവും. അതോടെ സ്ഥലം എവിടെ? മഞ്ഞമ്മൽ അവിടെയാണ്. അപ്പോൾ നമുക്കിനി അവിടെ സ്റ്റുഡിയോയിൽ എത്തണം. എത്രയും പെട്ടെന്ന് എത്തിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് റെഡി ആവാം. പക്ഷെ നമ്മൾ റെഡി ആയി കഴിയണ്ട ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. ബൈ ഗൈസ്. നമ്മൾ കിയക്കാട്ടായിരുന്നു പോണത്. നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. അപ്പം ടൈം കുഴപ്പമില്ലല്ലേ? കറക്റ്റാണല്ലേ? കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ആള് കൃഷ്ണനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യാണ്. അപ്പം നമുക്കിനി ബ്ലോക്ക് കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലാം. വേണ്ട എന്തെങ്കിലും പരിപാടി ഇത്രയും നാളെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഉണ്ടായില്ല. അപ്പം ഞാൻ അടുത്ത് എൻ്റെ മുഖത്തിൻ്റെ കുരുവൊന്നും വരുന്നില്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ ഞാൻ വിചാരിച്ചതുള്ളൂ. ഇന്ന് കറക്റ്റ് ഇത്ര തന്നെ സംസാരിച്ചപ്പോൾ ആ സൗണ്ട് ഇത് ഇന്നിപ്പോൾ ഇങ്ങനെ ഷൂട്ട് വന്നപ്പോഴത്തേക്കും മുഖത്ത് കുരു വന്ന കേസ്. അങ്ങനെ നമ്മൾ മാതൃഭൂമിയിൽ എത്തിയിട്ടുണ്ട്. സമ്മ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും. അവിടെ എത്തി നമ്മൾ അപ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ടൈം നമുക്ക് കുറച്ചേ ഉള്ളൂ, വേറെ മോഡലൊക്കെ ഉള്ളതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ അമ്മയാണ് മേക്കപ്പ് ചെയ്യുന്നത്. മാതൃഭൂമിയുടെ ഒരു മാഗസീന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ് കേട്ടോ ഇത്. വിഷുവിന് ഇറങ്ങുന്ന മാഗസീനില്ലേ, അതിൻ്റെ ഒരു പേജിൽ ഇങ്ങനെ വിഷുവിനെ പറ്റി പറയുന്നതിൻ്റെ അവിടെ നമ്മുടെ ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ഞാൻ മാത്രമല്ല വേറൊരു മോഡലും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വരും. പിന്നെ ഒരു കുറച്ച് പിള്ളേരൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഗൈസ് നമ്മളിപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ ഹെയർ റെഡിയായി. കുറച്ചൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. മോഡലൊക്കെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി പരിപാടി. ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. ഫുഡ് കഴിച്ചിട്ടേ. ഇതാണ് വിന്നി ചേച്ചി, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് വിന്നി ചേച്ചിയുടെ മോള്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? പേര് പറഞ്ഞു ഗൈസ്. ഇത് വേറൊരു മോഡലാണ്. ഈ ചേച്ചിയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നു. കൃഷ്ണ എന്നാണ് ചേച്ചിയുടെ പേര്.
ഇത് ചേച്ചിയുടെ മോളാണ്, കണ്ടാലും പറയില്ല എന്ന്. ഇത് എൻ്റെ അനിയത്തിയാണ് ഗായ്സ്. ഇത് സിദ്ദിഖിക്കാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തരണം. എൻ്റെ അമ്മയുടെ ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനി അപ്പം ഞാനും കാണിക്കത്തില്ല, ചേച്ചി കൂടി ഞങ്ങൾ എ സിയിൽ ഇരിക്കാൻ വേണ്ടി ചൂടതെല്ലാം പോകുന്നതാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗായിട്ട് എടുക്കാനായിട്ട് മറന്നുപോയി കേസ്. എനിക്ക് പിന്നെ നമ്മൾ റെഡിയായി നേരെ ഷൂട്ടിന് പോയി അങ്ങനെ അങ്ങോട്ട് ഞാനെന്തോ കുറച്ച് ക്ലിപ്പേ പിന്നെ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മേക്കപ്പും ഹെയറും പിന്നെ ബ്ലൗസ് ചെയ്തിട്ടുള്ളത് ദിർസ ഡിസൈൻസാണ്. ഓർണമെൻറ്റ്സ് വന്നിട്ടുള്ളത് വിന്നി ചേച്ചിയാണ്. കൃഷ്ണ ചേച്ചിയായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. ചേച്ചി ഭയങ്കര കോമഡിയൊക്കെ പറയും. ഞാനും സെയിം, ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബായിരുന്നു കേസ്. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ഇങ്ങനെ തുടങ്ങിയതും തീർന്നതും ഒന്നും അറിഞ്ഞില്ല. ഇങ്ങനെ ഭയങ്കര ഒട്ടും ഇങ്ങനെ ഷൂട്ട് തീരാനായില്ലേ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഭയങ്കര ഫണ്ണായിട്ട് ഷൂട്ട് തീർന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ബീറ്റീസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇടാം. ആൻഡ് ഇനി നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാം. ഷൂട്ട് കഴിഞ്ഞതും നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ടാണ്. നമ്മൾ ഷൂട്ട് തീരണമെന്ന് പറഞ്ഞ ടൈമിനെക്കാട്ടും കൂടുതൽ എടുത്തു. അപ്പോൾ അത് കാരണം പിന്നെ എല്ലാവരും വന്ന് ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, എല്ലാവരും പോകാനുള്ള ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഔട്ടർ എടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ എന്തായാലും നമുക്കിനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ലവ് യു ആൾ.